ഈ തൃശ്ശൂർ പോകണമെന്ന് ആലോചിച്ചപ്പോൾ തന്നെ മനസ്സിൽ തൃശ്ശൂർ സ്ലാങ് കയറിപ്പോയി. ഈ നമ്മുടെയൊക്കെ മനസ്സിൽ ലാലേട്ടൻ്റെ തൃശ്ശൂർ സ്ലാങ്ങും നമ്മുടെ പ്രാഞ്ചേട്ടൻ്റെ തൃശ്ശൂർ സ്ലാങ് ഇങ്ങനെ മനസ്സിൽ കിടന്ന് നമ്മൾ തന്നെ ഒരു തൃശ്ശൂർ സ്ലാങ് ഉണ്ടാക്കി വെച്ചിട്ടില്ലേ, അത് നമ്മളിങ്ങനെ എടുത്തിട്ട് പുറപ്പെടുപ്പിക്കുകയാണ്. അവസാനം പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേനും ട്രെയിന് മണ്ടേ കയറി കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ച് മണ്ടേ കയറി. സത്യം പറഞ്ഞാൽ ഉറങ്ങാൻ വേണ്ടി കയറിയതല്ല, നമ്മൾ തിരി തൊട്ടപ്പുറത്തായിരുന്നു. അവിടെ ഇപ്പം വേറെ ആരൊക്കെ കയറിയെങ്കിലും അവസാനം തൃശ്ശൂരെത്തി അറിഞ്ഞില്ല. അങ്ങനെ അവിടെ നിന്ന് ചാടി ഇറങ്ങി. എന്താ കാര്യം, എന്താ നമുക്ക് നാരങ്ങ കുടിക്കണം. നമ്മളങ്ങനെ നാരങ്ങ കുടിക്കാനായിട്ട് നമ്മുടെ തൃശ്ശൂർ എത്തിയിട്ടുണ്ട്. ഉച്ച വെയില് നല്ല ഉച്ചി തന്നെ അടിക്കുന്നുണ്ട് കേട്ടാ തൃശ്ശൂരെ പൊള്ളിയാടാ. നമുക്കൊരു നാരങ്ങ കുടിക്കണ്ടേ? നമ്മളങ്ങനെ നാരങ്ങ കുടിക്കാനായിട്ട് ഇവിടെ അടുത്തുള്ളൊരു കടയിൽ കയറിയിട്ടുണ്ട്. തൃശ്ശൂരിന്റെ നാരങ്ങ വെള്ളം ആ കുടിച്ചോക്കെ അങ്ങനെ ഉണ്ടെന്ന് കേട്ടാ. ഭയങ്കര സന്തോഷമായിരുന്നു. തൃശ്ശൂർ വന്നിട്ട് നാരങ്ങ കുടിക്കണമെന്ന് പറഞ്ഞൊക്കെ വന്നിട്ടേ അവിടെ നിന്ന് ഒരു നാരങ്ങ കുടിക്കുമ്പോൾ സംഭവം ചെറുതായിരിക്കും. തൃശ്ശൂർ പോയിട്ട് നാരങ്ങ കുടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ സംഭവമൊന്നുമല്ല. പക്ഷെ എന്നാലും തിരുവനന്തപുരത്തുള്ള ഞാൻ നാരങ്ങ